ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടു. ആസിഫ് അലി, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അനശ്വര രാജൻ, സായി കുമാർ, ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒരു കിടിലൻ പടം എനിക്കൊരു കിടിലൻ പടമായിട്ടാണ് തോന്നിയത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ 1985 ഒരു ക്രൈം നടക്കുന്നു, കൈമാറി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാനാ, ഫസ്റ്റ് ഹാഫ് നൈസാപ്പ്, ഈ സെക്കൻഡ് ഹാഫിലും അടിപൊളിയായിട്ട് കൊണ്ടുപോയി അവസാനിപ്പിച്ച ഒരു സിനിമയാണ്. പക്ഷേ ഇതിലെ ഒരു ഇൻ്റർവെൽ ഇല്ല കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഇൻ്റർവെല്ലില്ല. ഇടഭാഗത്ത് കട്ട് ചെയ്തിട്ടാണ് അവർ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന തിയേറ്ററിൽ. ഇൻ്റർവെല്ലേ ഇല്ല, ഒരു കട്ട് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് ഒരു വൃത്തികേടായിട്ട് തോന്നി. ഒരു ഇൻ്റർമിഷൻ എന്തെങ്കിലും ഇത് കാണിക്കായിരുന്നു, അതൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് കട്ട് ചെയ്താണ് കളഞ്ഞത്. പിന്നെ ഇതിൽ ആസിഫിക്കയുടെ പെർഫോമൻസ്, പോലീസ് വേഷം, തലവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു കിടിലൻ ഒരു ആസിഫിക്കയുടെ ഒരു ഗംഭീര പോലീസ് ഓഫീസർ ഒരു കഥാപാത്രം നമുക്കിതിലും കാണാൻ സാധിച്ചു. അതിമനോഹരമായിട്ടാണ് പുള്ളി ഇതിൽ ആസിഫൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി ആ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. പോലീസ് വേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മനോജ് കെ ജയൻ ആയാലും, സിദ്ദിഖ് ആയാലും, ഇന്ദ്രൻസ് ആയാലും, ഇവരുടെയൊക്കെ പെർഫോമൻസും കൊള്ളായിരുന്നു. പിന്നെ അനശ്വര ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി കുറച്ച് നേരമൊക്കെ ഉള്ളെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് അനശ്വരയാണ് ഇതിൻ്റെ മെയിൻ. ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയാലും ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും. പിന്നെ ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റ് എന്ന് പറയുന്ന എടുത്ത പടത്തിൻ്റെ സംവിധായകനാണ്. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം ആ ഒരു സിനിമയിലും നല്ല രീതിയിലാണ് ആ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്ത് പറയാനാ, പരിപാടി കൊള്ളാം. എനിക്കൊരു നിരാശ സമ്മാനിച്ചിട്ടില്ല ഈ ഒരു സിനിമ കണ്ടപ്പോൾ. അടിപൊളി പടം, എനിക്കൊരു അടിപൊളി ഒരു തിയേറ്റർ അനുഭവം തന്നെയാണ് എനിക്കൊരു സിനിമ കിട്ടിയത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കണം അപ്പു പ്രഭാകർ, എഡിറ്റ് ചെയ്തിരിക്കണം ഷമീർ മുഹമ്മദ്, മ്യൂസിക് മുജീബ് മജീദാണ് കേട്ടോ. മ്യൂസിക് കൊള്ളാം, പാട്ടും 1-2 പാട്ടുണ്ട്. പിന്നെ BGM സ്കോറും കൊള്ളായിരുന്നു. ഓവറോൾ തിയേറ്റർ വാച്ചിനുള്ളതൊക്കെ ഉണ്ട്. അടിപൊളി ഒരു ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരാം. ബൈ.